ഹായ് ഫ്രണ്ട്സ്, കൃഷിലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനി. നമ്മളിന്ന് ഓർക്കിഡ് ചെടികളും പൂക്കളും നട്ടു വളർത്താനായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ അടുത്ത് ഒരുപാട് പേര് ഓർക്കിഡ് ചെടി വാങ്ങിയതായി പറഞ്ഞു. ഓർക്കിഡ് പ്ലാന്റ് ചെയ്യുന്ന വിധം ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ലാസ്റ്റ് എൻ്റെ സ്ക്രീനിൽ ലിങ്ക് വയ്ക്കാം, അത് കാണുക. ഓർക്കിഡ് നമുക്ക് ചട്ടിയിലോ അല്ലെങ്കിൽ തൊണ്ടിലോ മരകഷ്ണത്തിലോ എങ്ങനെ വേണമെങ്കിലും നടാവുന്നതാണ്. ഓർക്കിഡ് നടുമ്പോൾ ചട്ടിയിലിടുന്ന ഓടിൻ്റെ കഷ്ണം അല്ലെങ്കിൽ ഇഷ്ടികയുടെ കഷ്ണം എന്നിവയിലൊക്കെ പൂപ്പൽ കണ്ടാൽ അത് എത്രയും പെട്ടെന്ന് മാറ്റുക, അതുപോലെ പുതിയതിടുക. പിന്നീട് നമ്മളത് കഴുകിയെടുത്ത് ഉണക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് ചെടി റീപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഒച്ചിൻ്റെ ശല്യം ഓർക്കിഡ് നടുന്നവർ പൊതുവേ നേരിട്ടിട്ടുള്ള ഒരു കാര്യമാണല്ലേ. ഏറ്റവും പ്രധാനം നല്ല വായു സഞ്ചാരമുള്ള ശുദ്ധമായ അവസ്ഥയിലാണ് നമ്മുടെ ചെടി പ്ലാന്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഒച്ചിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഓർക്കിഡിന് നമ്മൾ മീൻ കഴുകിയ വെള്ളവും മറ്റുമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അത് പക്ഷേ ഒരിക്കലും കൂടിയ അളവിലാവരുത്. അത് വെള്ളം ചേർത്ത് വളരെ നേർപ്പിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതുപോലെ ഒച്ചിനെയൊക്കെ വിളിച്ചു വരുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനം ഓർക്കിഡ് നന്നായിട്ട് തഴച്ചു വളരാനായിട്ട് ശുദ്ധമായ അന്തരീക്ഷം വളരെ അത്യാവശ്യമാണ്. ഓർക്കിഡ് പുഷ്പിക്കാനായിട്ടും ശരിയായ രീതിയിലുള്ള അന്തരീക്ഷ ഊഷ്മാവും അതുപോലെ തന്നെ താപനിലയും ഒക്കെ വേണ്ടതാണ്. ഓർക്കിഡിന് വെള്ളം ആവശ്യമാണെങ്കിലും അത് കൂടിക്കഴിഞ്ഞാൽ ഓർക്കിഡ് നടാൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മാധ്യമം അമിതമായിട്ട് കുതിർന്ന് വേഗത്തിൽ അത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളം പിടിച്ചു നിർത്താനുള്ള കഴിവ് നശിച്ചു പോകും. അതുപോലെ തന്നെ ചെടിക്ക് ആവശ്യത്തിലധികം നൽകുന്ന നന കീടബാധയ്ക്കും കാരണമാവാറുണ്ട്. വെള്ളം വേരുകളിൽ കെട്ടിനിന്ന് വായുസഞ്ചാരം കുറഞ്ഞ് വേരുകൾ നശിച്ചു പോകും. പിന്നീട് ചെടിയും പോകും. രാവിലെ ഓർക്കിഡ് നനയ്ക്കുമ്പോൾ വളർച്ചാ മാധ്യമം നന്നായിട്ട് നനയത്തക്ക വിധത്തിൽ നനച്ചു കൊടുക്കാം. അതായത് ചട്ടിയുടെ അകം നന്നായിട്ട് നനയത്തക്ക വിധത്തിൽ വേണം നനച്ചു കൊടുക്കാനായിട്ട്. വൈകിട്ട് നമ്മൾ ഇലകളിൽ മാത്രം സ്പ്രേ ചെയ്താൽ മതി. അതേപോലെ ചെടികളിൽ അമിതമായിട്ട് വരുന്ന വെള്ളം വാർന്നു പോകാനായിട്ട് സൗകര്യമുണ്ടോ എന്ന് ഇടയ്ക്കിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ചട്ടിയിൽ നട്ടിട്ടുള്ള ഓർക്കിഡിൻ്റെ ആണെങ്കിൽ സുഷിരങ്ങൾ അടഞ്ഞു പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. ഓർക്കിഡ് റീപ്ലാന്റ് ചെയ്യാനായിട്ട് സമയമാകുന്നത് എപ്പോഴാണ് എന്ന് പലർക്കും ഒരു ഡൗട്ടുണ്ട്. അത് ചെടി ഇങ്ങനെ തിങ്ങി വളരുന്ന അവസ്ഥ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് റീപ്ലാന്റ് ചെയ്യാം. അതേപോലെ തന്നെ വളർച്ചാ മാധ്യമം പൊടിഞ്ഞു പോവുകയോ അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് റീപ്ലാന്റ് ചെയ്യാറായി എന്ന് മനസ്സിലാക്കാം. ഓർക്കിഡ് എപ്പോഴും പല ഇനങ്ങൾ മിക്സ് ചെയ്ത് നടുന്നതാണ് നല്ലത്, പ്രത്യേകിച്ചും വിപണിയെ ലക്ഷ്യമായിട്ട് കൃഷി ചെയ്യുന്നവർ. അതുപോലെ ഉപ്പിൻ്റെ അംശമുള്ള വെള്ളം ഓർക്കിഡിന് അത്ര നല്ലതല്ല. മരത്തിലൊക്കെ നമുക്ക് ഓർക്കിഡ് വളർത്തുമ്പോൾ ഒരല്പം ചകിരിയോ അതുപോലെ ഗ്രീൻ നെറ്റോ കൊണ്ട് കെട്ടിയിട്ട് നമുക്ക് ഓർക്കിഡിൻ്റെ ചെറിയൊരു പ്ലാന്റ് നടാം. പക്ഷേ അതിനുശേഷം കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പ്ലാന്റ് മരത്തിൽ ഒട്ടിപ്പിടിച്ച് വളർന്നു കൊള്ളും. അപ്പോൾ നമ്മുടെ ഈ ഗ്രീൻ നെറ്റൊക്കെ പോയിട്ടുണ്ടാകും. കപ്പലണ്ടി പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും പുളിപ്പിച്ച് അതിന് തെളി നമ്മൾ 20 ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ച് വേണം, ഡൈല്യൂട്ട് ചെയ്ത് വേണം നമ്മൾ ചെടികളിൽ സ്പ്രേ ചെയ്യാനായിട്ട്. ഓർക്കിഡിൻ്റെ വളം നമ്മൾ ഇലകളിലാണ് സ്പ്രേ ചെയ്യുന്നത്. ഓർക്കിഡ് സൺലൈറ്റ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയല്ല. അതായത് ഒരു 50% സൂര്യപ്രകാശം മാത്രം മതി. അപ്പോൾ ഓർക്കിഡ് നടുമ്പോൾ ആ ഒരു രീതിയിൽ ഗ്രീൻ നെറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ നിങ്ങളുടെ അറിവുകൾ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അത് എനിക്കും വീഡിയോ കാണുന്ന മറ്റു കൂട്ടുകാർക്കും ഉപകാരപ്രദമായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൃഷിലോകം എന്ന ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.